ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്നത്തെ നിയോഗമായിട്ട് വെക്കുന്നത് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം പരീക്ഷയുടെ കാലമാണ്. എല്ലാ മക്കളും പരീക്ഷ എഴുതാൻ വേണ്ടി ടെൻഷനുണ്ട്. ശരിക്കും ഞങ്ങൾ പഠിച്ചതാണോ ചോദിക്കുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും പരീക്ഷ എഴുതി വരുമ്പോൾ ജയിക്കുമോ തോക്കുമോ എന്നുള്ള കുഞ്ഞു കുട്ടി മുതൽ വലിയ പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന മക്കൾക്ക് വരെയും ടെൻഷൻ എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ എല്ലാ മക്കളെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ പരീക്ഷയുടെ സമയത്ത് നമുക്കറിയാം, പിന്നെ ജ്ഞാനത്തിൻ്റെയും ബുദ്ധിയുടെയും അറിവിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും എല്ലാം പരിശുദ്ധാത്മാവാണ്. നിറകുടമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ബുദ്ധിയെ ആ പരീക്ഷയുടെ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒന്ന് വായിച്ചു വിട്ടതേ ഉള്ളായിരിക്കും, നമ്മൾ പഠിച്ചതല്ലായിരിക്കും. അത് തന്നെ അതുപോലും നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തെഴുതാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാ മക്കൾക്ക് വേണ്ടി ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി കാഴ്ചവെക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് വായിക്കുന്ന വചനഭാഗം 28-ാമത്തെ അധ്യായമാണ്. ഉൽപ്പത്തി 28-ാമത്തെ അധ്യായമാണ്. അപ്പം അതിന് വേണ്ടി നമുക്കൊരു നിമിഷം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങൾ വായിക്കുന്ന വചനം ഞങ്ങൾക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്ക് വചനം വായിക്കാം. 28-ാമത്തെ അധ്യായം, ഉൽപ്പത്തി 28. ഇസഹാക്ക് യാക്കോബിനെ വിളിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, കാനാന്യ സ്ത്രീകളിൽ ആരെയും നീ വിവാഹം കഴിക്കരുത്. പാദാൻ ആരാമിൽ നിന്റെ അമ്മയുടെ പിതാവായ ബെത്തുവേലിന്റെ വീട്ടിലേക്ക് പോവുക. അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രന്മാരിൽ ഒരാളെ ഭാര്യയായി സ്വീകരിക്കുക. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിച്ച് സമർത്ഥമായി വർദ്ധിപ്പിച്ച് നിന്നിൽ നിന്ന് പല ജനതകളെ ഉളവാക്കട്ടെ. അബ്രാഹത്തിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതികൾക്കുമായി അവിടുന്ന് നൽകട്ടെ. നീ ഇപ്പോൾ പരദേശിയായി പാർക്കുന്നതും ദൈവം അബ്രാഹത്തിന് നൽകിയതുമായ ഈ നാട് നീ അവകാശപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങനെ ഇസഹാക്ക് യാക്കോബിനെ പറഞ്ഞയച്ചു. അവൻ പാദാൻ ആരാമിലുള്ള ലാബാന്റെ അടുക്കിലേക്ക് പോയി. അരമായനായ ബെത്തുവേലിന്റെ മകനും യാക്കോബിന്റെയും ഏസാവിന്റെയും അമ്മ റബേക്കായുടെ സഹോദരനുമാണ് ലാബാൻ. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചതും പാദാനാരാമിൽ നിന്ന് ഭാര്യയെ കണ്ടുപിടിക്കുന്നതിന് അങ്ങോട്ട് അവനെ പറഞ്ഞയച്ചതും ഏസാവ് അറിഞ്ഞു. അവനെ അനുഗ്രഹിച്ചപ്പോൾ കാനാന്യ സ്ത്രീകളിൽ നിന്നും ഭാര്യയെ സ്വീകരിക്കരുത് എന്ന് അവൻ യാക്കോബിനോട് കൽപ്പിച്ചെന്നും തന്റെ മാതാപിതാക്കളെ അനുസരിച്ച് യാക്കോബെ പാദാനാരാമിലേക്ക് പോയെന്നും ഏസാവ് മനസ്സിലാക്കി. കാനാന്യ സ്ത്രീകളെ തന്റെ പിതാവായ ഇസ്ഹാക്കിന് ഇഷ്ടമല്ലെന്നും മനസ്സിലായപ്പോൾ ഏസാവ് അബ്രാഹത്തിന്റെ മകനായ ഇസ്മയേലിന്റെ അടുത്ത് ചെന്ന് അവന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമായ മഹലത്തിനെ ഭാര്യയായി സ്വീകരിച്ചു. അവനുണ്ടായിരുന്ന മറ്റു ഭാര്യമാർക്ക് പുറമെയായിരുന്നു ഇവൾ. യാക്കോബിന്റെ സ്വപ്നം. യാക്കോബെ ബെർഷബായിൽ നിന്നും ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി, അതിന്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണും നിനക്ക് നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നുടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നിന്നുണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും കർത്താവ് ഈ സ്ഥലത്തുണ്ട്, എന്നാൽ ഞാൻ അറിഞ്ഞില്ല. ഭീതി പൂണ്ടെ അവൻ പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയാനകമാണ്. ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നുമല്ല.
സ്വർഗത്തിന്റെ കവാടമാണ് ഇവിടം. യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായി കുത്തി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേരിട്ടു. ലൂസ് എന്നായിരുന്നു ആ പട്ടണത്തിന്റെ ആദ്യത്തെ പേര്. അത് കഴിഞ്ഞ് യാക്കോബ് ഒരു പ്രതിജ്ഞ ചെയ്തു. ദൈവമായ കർത്താവ് എന്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എന്റെ പിതാവിന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എന്റെ ദൈവം. അവിടുന്ന് എനിക്ക് തരുന്നതിന്റെ എല്ലാം 10 ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുകയും ചെയ്യും. കർത്താവിന്റെ വചനം.